ഈ ഫോട്ടോയിലുള്ള ഈ പുള്ളിക്കാരെ സൂക്ഷിച്ചു വെച്ചോ, അടുത്ത് ഇവള് കല്യാണം കഴിക്കാൻ പറഞ്ഞത് അങ്ങോട്ടായിരിക്കും. ഈ വാർത്ത കണ്ട് നിങ്ങൾ ആണുങ്ങളെല്ലാം ഞെട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സ്ത്രീ 7 മാസത്തിനിടെ 25 കല്യാണമാണ് കഴിച്ചത്. 25 കല്യാണം കഴിക്കാൻ മാത്രമല്ല, ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹണിമൂണ് കഴിഞ്ഞ് 5-6 ദിവസം നിന്നതിന് ശേഷം ആ സ്വർണവും പണ്ടവും ഒക്കെ ആയിട്ട് ഇവർ മുങ്ങും. എന്തിനാണെന്നറിയോ? അടുത്ത കല്യാണം കഴിക്കും. ഇവർ 7 മാസത്തിനിടെ 25 കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ബിക്കോസ് ഇവിടുത്തെ നാട്ടിലെ ആണുങ്ങളുടെ ഒരു കല്യാണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. കാരണം ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ മതി എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇതുപോലെ 8-10 കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ആയിരിക്കും അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഈ വീട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്ത് ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കുക. ഇതുപോലെ ചെന്ന് കുഴിയിലൊന്നും ചാടരുത്. അല്ല, എന്നാൽ ഈ പുള്ളിക്കാരിയുടെ ഇതൊന്നും ആലോചിച്ച് നോക്കിയേ. 7 മാസത്തിനിടെ 25 കല്യാണം, അതൊക്കെ ഈ ഹണിമൂണ് കഴിഞ്ഞിട്ട് മുങ്ങണതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മിസ്റ്റർ. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മറ്റു പാട്ട് ഓർമ്മ. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 23, 7 മാസത്തിനിടെ 25 കല്യാണം. എന്നാൽ ഹണിമൂണ് വരെ കാത്തിരുന്ന് ഹണിമൂൺ കഴിഞ്ഞതിന് ശേഷം പോകാനുള്ള ചേച്ചിയുടെ മനസ്സാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. പ്ലേ ബോയ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പ്ലേ ഗേളാ. ഓ മൈ ഗോഡ്. എന്നാൽ ഇത്രയും ദാരിദ്ര്യമുള്ള ആണുങ്ങളുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കണത്. കാരണം ഇപ്പോഴും എനിക്കിപ്പം 90s കിട്ടായിരിക്കും, വേറെ ആരും ആവാൻ സാധ്യതയില്ല. കാരണം അവരാണ് പൊതുവെ ഈ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നത്. എനിക്ക് മനസ്സിലാവും. പോട്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയില്ല. നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ നാട്ടിൽ ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് തോന്നും, ഒന്ന് കല്യാണം കഴിക്കണമെന്നും ഒന്നതൊക്കെ അറിയണമെന്നും. സാരമില്ല, ഞാൻ ഒന്നും പറയില്ല. എന്തായാലും പറ്റിയതൊക്കെ പറ്റി. 7 മാസത്തിനിടെ പറ്റിക്കപ്പെട്ട 25 ആണുങ്ങളില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടും. ഇതിനേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടുക എന്ന് പറയാനല്ലേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറ്റുള്ളൂ. എന്നാലും ഈ ഫോട്ടോയിലുള്ള ഈ പുള്ളിക്കാരെ സൂക്ഷിച്ചു വെച്ചോ, അടുത്ത് ഇവള് കല്യാണം കഴിക്കാൻ പറഞ്ഞത് അങ്ങോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് കേരളത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരെ വീണ്ടും കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ എങ്ങനെയെങ്കിലും ഹണിമൂൺ നടക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചേച്ചി, നിങ്ങൾ സൂക്ഷിച്ചോ. കേരളത്തിലോട്ടാണ് ഇനി അടുത്ത് ഇങ്ങോട്ടാണ് വരണമെങ്കിൽ വലുത് വരാന്നൊക്കെയാണ്, വലുത്. ഇനി ഈ ചെയ്തത് ആണുങ്ങളായിട്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഫോട്ടോ കണ്ടോ, ക്വാളിറ്റി പോലും ഇല്ല അത്ര. ഇതാണായിരുന്നെങ്കിൽ നല്ല HD ദൃശ്യ മികവോടെ കാണിച്ചേനെ. ഇതിൽ ഞാൻ ഒന്നും പറയണില്ല. ഇതൊക്കെ കണ്ട മാതൃകയായിട്ടൊന്നും ആരും എടുക്കരുത്. വല്ല കാലത്ത് വല്ല എയ്ഡ്സും വന്ന് ചാവും ഉള്ള കാര്യം പറയാം.